എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ a and an. ഇംഗ്ലീഷിലെ ചില വേർഡ്സിനെ a വെച്ചിട്ടാണ് പറയാറ്, ചില വേർഡ്സിനെ an വെച്ചിട്ടാണ് പറയാറ്. അത് ഏതൊക്കെ വേർഡ്സിനാണ് a വരുന്നത്, ഏതൊക്കെ വേർഡ്സിനാണ് an വരുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു? വൊവൽസ് ആൻഡ് കോൺസണൻസ്. ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ട്. വൊവൽസിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. 5 ലെറ്റേഴ്സ് ആണ് വൊവൽസിൽ വരുന്നത് അല്ലെ? ആ ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഈ 5 ലെറ്റേഴ്സ് ആണ് വൊവൽസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി കോൺസണൻസ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഈ 21 ലെറ്റേഴ്സും കോൺസണൻസ് ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, വൊവൽസ് ആൻഡ് കോൺസണൻസ് പഠിച്ച കുട്ടികൾക്ക് എയും ആനും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഓക്കെ, ഇനി ഞാനിവിടെ കുറച്ച് വാക്കുകൾ എഴുതും. നിങ്ങൾ എല്ലാവരും പഠിച്ച, നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെല്ലിംഗ് ഒക്കെ അറിയുന്ന വേർഡ്സ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതിനു മുമ്പ് വൊവൽസ് ലെറ്റേഴ്സ് ഒന്നോടൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? ഞാനിവിടെ എഴുതട്ടെ, ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ്? എ, ഇ, വെരി ഗുഡ്. ഐ, പിന്നെ ഒ, യു. എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. ഇതാണ് വൊവൽസ് ലെറ്റേഴ്സ്. ഓക്കെ, ഇനി ഞാനിവിടെ വേർഡ്സ് എഴുതാൻ പോവാണ്. എ, പി, പി, എൽ, ഇ. ആപ്പിൾ, ആപ്പിൾ. ഓക്കെ, ഇ, എ, ആർ, ഇയർ, ഇയർ. അടുത്തത് ഐ, സി, ഇ, സി, ആർ, ഇ, എ, എം, ഐസ്ക്രീം, ഐസ്ക്രീം. അടുത്തത് ഒ, ആർ, എ, എൻ, ജി, ഇ, ഓറഞ്ച്, ഓറഞ്ച്. ലാസ്റ്റ് വൺ യു, എം, ബി, ആർ, ഇ, എൽ, എൽ, എ. അംബ്രല്ല, അംബ്രല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വേർഡ്സിനെ എ വെച്ചിട്ടാണോ ആൻ വെച്ചിട്ടാണോ പറയാന്നാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചിരിക്കണേ. ഇങ്ങനെ വേർഡ്സ് തരുമ്പോഴേ അതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കാം. ഫസ്റ്റ് ലെറ്റർ നോക്കാം. ഫസ്റ്റ് വൺ ആപ്പിൾ. ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ. എ സൗണ്ട് ആ. ഓക്കെ, എ വവൽസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് കാരണം നമ്മൾ ഇവിടെ ആൻ കൊടുക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏതൊരു വേർഡ് തന്നാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കാം. ആ ഫസ്റ്റ് ലെറ്ററിന്റെ സൗണ്ട് വൊവൽസിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ആൻ എഴുതി കൊടുക്കുക. ഓക്കെ, ഞാൻ അടുത്തത് നോക്കാം. ഇയർ. നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് ലെറ്റർ നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇ. ഇ സൗണ്ട് എ. ഓക്കെ, ഈ വൊവൽസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ കൊടുക്കുക? വൊവൽ ആണെങ്കിൽ എന്താ കൊടുക്കുക? ആൻ കൊടുക്കുക. ഓക്കെ, അടുത്തത് നോക്കാം. ഐസ്ക്രീം. ഫസ്റ്റ് ലെറ്റർ എന്താ? ഐ. ഐ. ഐ വൊവലിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? ആൻ എഴുതി കൊടുക്കുക. ആൻ ഐസ്ക്രീം, ആൻ ഐസ്ക്രീം. ഓക്കെ, അടുത്തത് ഓറഞ്ച്. ഓറഞ്ച്. ഓറഞ്ചിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഏതാണ്? ഓ. ഓ വൊവൽസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? ആൻ കൊടുക്കുക. ആൻ ഓറഞ്ച്, ആൻ ഓറഞ്ച്. ലാസ്റ്റ് വൺ അംബ്രല്ല. അംബ്രല്ലന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഏതാണ്? യു. യു വൊവൽസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? വരുന്നുണ്ട്. വൊവൽ ആണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം? ആൻ എഴുതി കൊടുക്കുക. ആൻ അംബ്രല്ല, ആൻ അംബ്രല്ല. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏതൊരു വേർഡ് തന്നാലും അതിന്റെ
ഫസ്റ്റ് ലെറ്റർ നോക്കുക. ആ ഫസ്റ്റ് ലെറ്ററിന്റെ സൗണ്ട് വവൽസിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ആൻ എഴുതി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇപ്പോ ഏതൊരു വേർഡ് തന്നാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഫസ്റ്റ് ലെറ്റർ വവലിൽ വരുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ ആൻ എഴുതി കൊടുക്കുക. ഓക്കെ, എളുപ്പല്ലേ? ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് വേർഡിന്റെ കൂടെയാണ് എ വരുന്നത് എന്നാ. ഓക്കെ, ഞാനിവിടെ കുറച്ച് വേർഡ്സ് എഴുതാൻ പോവാണ്. അതും നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ബി ഓ വൈ ബോയ്. സി എ ടി ക്യാറ്റ്. ഡി ഓ ജി ഡോഗ്. എഫ് എ എൻ fan. H E N hen. Okay, ഈ വേർഡ്സിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണെന്ന് അറിയോ? ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ നോക്കിക്കേ. ബി സി ഡി എഫ് എച്ച്. ഇതൊക്കെ ഏത് ലെറ്റേഴ്സ് ആണ്? കോൺസണൻസ് ലെറ്റേഴ്സ് ആണ് അല്ലെ? ഇങ്ങനെ കോൺസണൻസ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് കൂടെയൊക്കെ നമ്മൾ എ ആണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഫസ്റ്റ് വൺ ബോയ്. ബോയിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ബി. ബി വവൽ ആണോ കോൺസണന്റ് ആണോ? കോൺസണന്റ് ആണ്. അപ്പൊ നമ്മള് എ എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേ? അടുത്തത് കാറ്റ്. കാറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? സി. സി കോൺസണന്റ് ലെറ്റർ ആണ്, അത് കാരണം നമ്മള് എ വെച്ചിട്ട് പറയും. എ കാറ്റ്. എ കാറ്റ്. ഓക്കെ, അടുത്തത് ഡോഗ്. ഡോഗിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക, ഡി ആണ്. ഡി കോൺസണന്റ് ആണ്, അത് കാരണം നമ്മള് എ ഡോഗ് എന്ന് പറയും. എ ഡോഗ് എന്ന് പറയും. അടുത്തത് ഫാൻ. ഫാനിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ്. എഫ് വവലാണോ? അല്ല, കോൺസണന്റ് ആണ്, അപ്പൊ നമ്മള് എ ഫാൻ എന്ന് പറയും. ലാസ്റ്റ് വൺ ഹെൻ. ഹെന്നിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക, ഏതാണ്? എച്ച് ആണ്. എച്ച് കോൺസണന്റ് ആണ്, അപ്പൊ നമ്മള് എ ഹെൻ എന്ന് പറയും. എ ഹെൻ. ഓക്കെ, എളുപ്പല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ എയും എനൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഏത് വേർഡ് തന്നാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കുക. ആ ഫസ്റ്റ് ലെറ്റർ വവൽസിലാണെങ്കിൽ ആൻ എഴുതി കൊടുക്കുക. ഇപ്പൊ കോൺസണന്റ് ആണെങ്കിൽ എ എഴുതി കൊടുക്കുക. വവൽ ആണെങ്കിൽ ആൻ എഴുതി കൊടുക്കുക. കോൺസണന്റ് ആണെങ്കിൽ എ എഴുതി കൊടുക്കുക. ഓക്കെ, വവൽ ആണെങ്കിൽ ആൻ വരും, കോൺസണന്റ് ആണെങ്കിൽ എ വരും. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിലെ പേജ് നമ്പർ 8, 10. അതില് എ ആൻഡ് ആനിന്റെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് വൺ പേജ് നമ്പർ 8 ആൻ ആണ്. അതില് ഇവിടെ കണ്ടോ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണത്? എഗ്. എന്താണ്? എഗ്. എഗ്. എ എ എ സൗണ്ട് വരുമ്പോ ഏത് ലെറ്റർ വരിക? ഈ ലെറ്റർ വരും. കണ്ടോ? ഇ ജി ജി എഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ആണോ ആൻ ആണോ എന്ന് നമ്മളൊന്ന് എഴുതി കൊടുക്കണം. ഏതാ വരിക? എങ്ങനെ നോക്കുക? എങ്ങനെയാണ് നോക്കാറ്? ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഏത് വേർഡാണെങ്കിലും ഫസ്റ്റ് ലെറ്റർ നോക്കുക. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എഗിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇ. ഈ വവൽസിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആൻ എഴുതി കൊടുക്കുക. ആൻ എഗ്. ആൻ എഗ്. ഇതുപോലെ ബാക്കി വരുന്നത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്തത് പേജ് നമ്പർ 10. അതില് കണ്ടോ ഇവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ലീഫ്. എന്താണ്? ലീഫ്. എന്ന് വരുമ്പോ ഏത് ലെറ്റർ വരിക? എൽ വരും അല്ലെ? കണ്ടോ? എൽ ഇ എ എഫ്. ലീഫ്. ഓക്കെ, ലീഫ്. ലീഫിന്റെ കൂടെ എ ആണോ ആൻ ആണോ വരാൻ നിങ്ങൾ എന്ന് എഴുതി കൊടുക്കണം. എന്തായിരിക്കും? എന്തായിരിക്കും? ഇങ്ങനെ നോക്കാം. ഫസ്റ്റ് ലെറ്റർ നോക്കാം. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എൽ ആണ്. എൽ വവൽ ആണോ കോൺസണന്റ് ആണോ? എൽ ലെറ്റർ കോൺസണന്റ് ആണ്. വെരി ഗുഡ്. കോൺസണന്റ് ആണെങ്കിൽ എ എഴുതി കൊടുക്കുക. അപ്പൊ എന്താ? എ ലീഫ്. എ ലീഫ്. ഇതുപോലെ
ബാക്കി വരുന്ന വേർഡ്സും നിങ്ങൾ ഒന്ന് ചെയ്യാം. ഓക്കെ, എന്നാ വേഗം ഇത് ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.